നടിയെ ആക്രമിച്ച കേസിൽ റിമാൻഡിലുള്ള നടൻ ദിലീപിനെ അങ്കമാലി കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു. പോലീസ് ദിലീപിനെ 3 ദിവസം കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നു. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, ദിലീപ് ഇപ്പോൾ ഉള്ളത് ആലുവ പോലീസ് ക്ലബിലാണ്. നേരത്തെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയ ദിലീപിനെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഈ 2 ദിവസം വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ദിലീപിന്റെ ഗൂഢാലോചനയിൽ ദിലീപിന്റെ പങ്ക് വ്യക്തമായി ഈ ഗൂഢാലോചനയിൽ ഇനി ആരെങ്കിലും പങ്കാളികളായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ദിലീപിനെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ദിലീപിനോട് അടുത്ത ചില ബന്ധമുള്ള ആളുകൾ, ഉദാഹരണത്തിന് നാദിർഷ അടക്കമുള്ള ആളുകൾ, നാദിർഷ, അപ്പുണ്ണി തുടങ്ങിയവരുടെ പങ്ക് ഇതിൽ സംശയത്തിന്റെ നിഴലിലാണ് ഇവരെല്ലാവരും ഉണ്ടായിരുന്നത്. ഇവർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് ദിലീപിൽ നിന്ന് തന്നെ ചോദിച്ചറിയണം. ആദ്യ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ദിലീപിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനവും അന്വേഷണ സംഘത്തിലുണ്ട്. ഒരുപക്ഷെ വൈകുന്നേരത്തോടെ ആയിരിക്കും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ നടപ്പാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നാദിർഷയെയും അപ്പുണ്ണിയും അവരെ ദിലീപിന്റെ സാന്നിധ്യത്തിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനാണ് സാധ്യത. കാരണം പൾസർ സുനി അടക്കമുള്ളവർക്ക്, പൾസർ സുനിയുടെ സഹതടവുകാരായവർക്ക് അപ്പുണ്ണിയുമായി ബന്ധമുണ്ട് എന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അപ്പുണ്ണിയെയും ദിലീപിന്റെ സഹോദരൻ അനൂപിനെയും ഈ പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്ന വിഷ്ണു കണ്ടതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ചില വ്യക്തത അന്വേഷണ സംഘത്തിന് വരുത്തേണ്ടതുണ്ട്. അക്കാര്യങ്ങളെല്ലാം തന്നെ ദിലീപിൽ നിന്ന് ചോദിച്ചറിയും എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ പരിമിതമായി 2 ദിവസത്തിനുള്ളിൽ തന്നെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനും അന്വേഷണ സംഘം തീരുമാനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഗൂഢാലോചന നടന്നത് എറണാകുളത്തെ ഒരു സ്വകാര്യ ഹോട്ടലിലെ 410 നമ്പർ മുറിയിലാണ് എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലിലെത്തി തെളിവെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ തൃശ്ശൂരിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉൾപ്പെടെ, ജോർജ് പൂരത്തിൻ്റെ ലൊക്കേഷൻ ഉൾപ്പെടെ നടന്ന ആ സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ഈ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ധന്യ. കെ. ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.